ഹായ് ഫ്രണ്ട്സ്, SD ഇൻഡെക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടൊരു കർട്ടനാണ്. ഇപ്പോൾ കർട്ടനുകളിൽ നിങ്ങൾക്ക് ഒരുപാട് കർട്ടനുകൾ നിങ്ങൾക്കറിയാം. തുണി കർട്ടനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് കാലങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ഇന്ന് ബ്ലൈൻഡ്സുകളുടെ ഒരുപാട് കടന്നുവരവ് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ്സുകളിൽ തന്നെ വെർട്ടിക്കൽ ബ്ലൈൻഡ്സ്, ഹൊറിസോണ്ടൽ അതായത് വിനീഷ്യൻ ബ്ലൈൻഡ്സ്, അതുപോലെ തന്നെ വുഡൻ ബ്ലൈൻഡ്സ്, സീബ്ര ബ്ലൈൻഡ്സ്, അങ്ങനെ ഒത്തിരി വെറൈറ്റി കർട്ടനുകൾ നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ന് ഓഫീസുകളിലും അതുപോലെ തന്നെ വീടുകളിൽ ജനലുകളും ഇന്ന് ബ്ലൈൻഡ്സുകൾ വയ്ക്കുന്നൊരു രീതി കാണുന്നുണ്ട്. ആ ഒരു രീതിയിൽ ബ്ലൈൻഡ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായത് കൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണണം, അവസാനം വരെ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. ഈ കർട്ടനുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പല വെറൈറ്റി കളറുകളിൽ ഈ കർട്ടൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻറ്റീരിയറിന് അനുയോജ്യമായ കർട്ടനുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരുപാട് നമുക്ക് യൂസ്ഫുള്ളുണ്ട്. കാരണം തുണിക്കർട്ടനാണെങ്കിൽ നമുക്ക് സ്പേസ് ഒരുപാട് നമുക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യണം. അപ്പോൾ ഈ കർട്ടനുള്ളൊരു പ്രത്യേകത, സീബ്ര കർട്ടനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി, നമുക്ക് കർട്ടൻ മടങ്ങി നൂത്തിട്ടിരുന്നാലും നമുക്കതിൻ്റെ റണ്ണർ അല്പം മാറ്റിക്കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ചാനലൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കർട്ടന് അല്പം നമുക്ക് വിസിബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ കർട്ടൻ്റെ മുകളിലോട്ട് പൊക്കി വയ്ക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, ഈ എയർ സർക്കുലേഷൻ കറക്റ്റായി കിട്ടും, ഡസ്റ്റ് നമുക്ക് കുറഞ്ഞു നിൽക്കും. മറ്റുള്ള ഒരുപാട് നമുക്ക് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കർട്ടൻ ഇന്ന് ഒരുപാട് വീടുകളിൽ ഇന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കർട്ടൻ്റെ ഫിറ്റ് ചെയ്യുന്ന രീതിയും അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയും അത് റിമൂവ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യണമെങ്കിൽ എന്താണെന്നുള്ളതും കൂടെ ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോയിലോട്ടൊന്ന് പോവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ പാർസൽ ഒന്ന് അൺബോക്സ് ചെയ്ത് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാരണം ഞാനൊരു ഓർഡറിൽ എനിക്ക് പാർസൽ വന്നതാണ്, അത് ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. പരിചയപ്പെടുത്തുന്നത് സീബ്ര ബ്ലൈൻഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ജനലിലുള്ളൊരു പോർഷൻ്റെ ഒരു അളവാണ് ഞാൻ നിങ്ങൾക്ക് ഈ കർട്ടനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. നമ്മൾ ജനലിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റും. ഇനി അതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ അതിൻ്റെ ഫിറ്റിങ്സ് കിട്ടും. ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇതാണ് അതിൻ്റെ ഫിറ്റിങ്സ്. നമ്മളിത് ഈ ക്ലാമ്പ് ഈ
2 ഹോള് നമ്മൾ ചുവരിൽ കറക്റ്റ് നമ്മളിങ്ങനെ ഉറപ്പിക്കും. അതിന് ശേഷം നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഇങ്ങനെ നമുക്ക് സ്പ്രിങ് ആക്ഷനുള്ള ഈ ഒരു ക്ലാമ്പാണ്. ആ ക്ലാമ്പിന് നമ്മൾ ഇങ്ങനെ ചുവരിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചെങ്കിൽ ലോക്കാവും. ഇതാണ് ഇതിൻ്റെ ഫിറ്റിങ്സ്. ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഈ ചാനലിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കയറിയതിന് ശേഷം ഇതങ്ങനെ ലോക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ ചുവരിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രെയിം നമുക്ക് ഇതുപോലെ നിൽക്കും. നമുക്ക് ഫ്രെയിം നിൽക്കും. ഇവിടെ നമുക്ക് ഇതിൻ്റെ റോപ്പ് ഉണ്ടാകും. ഈ റോപ്പിന് നമുക്ക് ആവശ്യാനുസരണം താഴോട്ടും മേലോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ചലിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇത് ചലിപ്പിക്കുന്ന രംഗം ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു. ഇനി നമ്മൾ ഇത് ഫിറ്റ് ചെയ്തേക്കുന്ന മൊത്തം ഒന്ന് ഇളക്കുന്നു. അതിനുശേഷം അതേ കണക്ക് തന്നെ തിരിച്ചൊന്ന് ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തുള്ള മെക്കാനിസം എങ്ങനെയാണെന്നുള്ളതിന് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അതുപോലെ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ നമ്മൾ ഇളക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ലോക്കുണ്ട്. ഇതിനകത്ത് ഇതിന് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇതിൽ ഈ ഷേപ്പ് നോക്കണം. ഈ ഷേപ്പ് നോക്കിയിട്ടാണ് നമുക്ക് പറ്റിയാൽ. സീബ്ര ബ്ലൈൻഡ്സ് ഫിറ്റ് ചെയ്തേക്കുന്നതാണ് നമ്മളീ കാണുന്നത്.
ഇതാണ് ഇതിൻ്റെ റോപ്പ്. നമ്മൾ ഇതിനകത്ത് ഈ റോപ്പിനകത്താണ് നമ്മളിതിനെ ചലിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തേക്കുന്നു. ഇത് ഏതാണ്ട് 1.5 മീറ്റർ വീതിയുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് കർട്ടൻ താന്നിറങ്ങി വരും. അപ്പോൾ നോക്കാനുള്ളത് ഇങ്ങനെ വന്നപ്പോൾ ഫുള്ള് ക്ലോസ്ഡായി കണ്ടോ. നമുക്ക് അവിടെ നിന്ന് വെളിയിൽ നിന്നുള്ള വെളിച്ചം അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഒന്നും നമുക്ക് തന്നെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചലിപ്പിക്കുമ്പോൾ ആ പോർഷനിൽ നെറ്റാണ്, ആ നെറ്റും കൂടെ വരുന്ന 2 ലെങ്തി ഫാബ്രിക്കിലാണ് ഇത് ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് കണക്ക് കോഡ് വെയിറ്റ്, ഇത് കണക്ക് വെയിറ്റ് ഉണ്ടാവും. ഈ വെയിറ്റിലാണ് ഈ ഒരു കർട്ടൻ താഴോട്ട് വരുന്നത് നമ്മൾ പിടിക്കുമ്പോൾ. അപ്പോൾ ഈ 2 ലെയറിലെ ഫാബ്രിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് താക്കുമ്പോൾ ഈ ഡാർക്കും ലൈറ്റുമായിട്ട് വരുമ്പോൾ മൊത്തം ക്ലോസ്ഡ് ആവും കണ്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചലിപ്പിക്കുകയാണെങ്കിൽ ആ നെറ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്കും കൂടെ ആകുമ്പോൾ നമുക്ക് വെളിയിലുള്ള വസ്തുക്കൾ കാണാനായിട്ട് നമുക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇതാണ് ഈ സീബ്ര ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ മൊത്തം വർക്ക് ചെയ്യിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മൊത്തമായിട്ട് നമ്മുടെ കർട്ടൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരു ജനലിൻ്റെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുള്ളൊരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് കർട്ടൻ. ഓഫീസിലും വീട്ടിലുമെല്ലാം ഒരുപോലെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കർട്ടനാണ് ഈ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് നെഗറ്റീവായിരുന്നാലും പോസിറ്റീവായിരുന്നാലും നിങ്ങൾ അത് കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക വീഡിയോയ്ക്ക്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് ഞാൻ അടുത്തത് എത്തുന്നതാണ്. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ അതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ബൈ ബൈ.